സ്കൂൾ കഴിഞ്ഞ് വന്നിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹെർക്കുലിയൻ ടാസ്ക്കാണ്. ഓൾറെഡി രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലെ ലെക്ചർ കേട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത്, എസ്പെഷ്യലി ബസ്സിലൊക്കെ ആ തിക്കിലും തിരക്കിലും ഒക്കെ ട്രാവൽ ചെയ്ത് വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി വീണ്ടും ഇരുന്ന് പഠിക്കണമല്ലോ ഭഗവാനെ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ പഠിക്കാനുള്ള മൂഡേ പോയി കിട്ടും അല്ലേ. പലരും ഫേസ് ചെയ്യുന്നില്ലേ, സ്കൂൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്നാണ് ഇനി മിസ് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ലൊരു അസൽ കുളി അങ്ങോട്ട് പാസ്സാക്കുക. തലയൊക്കെ കുളിർക്കുന്ന രീതിയിലൊക്കെ കുളിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ കുളിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും നേരത്തെ ഒരു ബോഡി ടെമ്പറേച്ചർ അങ്ങ് മാറിക്കിട്ടും. കുളിച്ച് കഴിഞ്ഞ് നമ്മളെ ശരീരത്തിൽ വെള്ളം തട്ടുമ്പോൾ അപ്പോൾ ഒന്ന് ഒരു റീസെറ്റ് ആവും നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നല്ല ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. ലൈറ്റായിട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ സ്റ്റൊമക്ക് ഫുള്ളാവുന്ന രീതി കഴിക്കരുത്. ഭയങ്കര ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. അതിന് നിങ്ങൾക്കൊരു കുറച്ച് നേരം നിങ്ങൾക്ക് ഫോണിൽ കളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പോയി കിടന്ന് ഉറങ്ങുക. ഉറങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു 10 തവണയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഫുൾ കോൺസെൻട്രേഷനിൽ പറയാം, ഞാൻ ഇത്ര മണിക്കൂറാണ് ഉറങ്ങാൻ പോകുന്നത്, ഞാൻ ഒരു 1.5 മണിക്കൂർ, അല്ലെങ്കിൽ ഞാനൊരു 1 മണിക്കൂർ, അല്ലെങ്കിൽ ഞാനൊരു 2 മണിക്കൂർ. 2 മണിക്കൂറൊന്നും വേണ്ട, ഒരു മണിക്കൂർ തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്ര മണിക്കൂർ ഉറങ്ങാൻ പോവാണ്, അത് കഴിഞ്ഞ് ഇത്ര മണിക്ക് ഞാൻ കറക്റ്റ് എഴുന്നേക്കുമെന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളൊരു 10 തവണ പറയുക. എന്നിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങുക. അല്ലെങ്കിൽ അലാറം സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് കിടന്നാൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എണീക്കും. നമ്മുടെ ബയോളജിക്കൽ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ സംഭവം, അത് നിങ്ങൾ എണീപ്പിക്കുന്നതാണ് അങ്ങനെയാണ്. അതാ പറയാന്നല്ല, അതാണൊരു സയൻറ്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങുക സുഖമായിട്ട്. അതിനുശേഷം നിങ്ങൾ എണീക്കുക. അങ്ങനെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രഷ് ആയിട്ടായിരിക്കും എണീക്കുക. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു നാപ്പ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പവർ നാപ്പ് എന്നാണ് ശരിക്കും പറയുക. അതായത് നിങ്ങൾ വീണ്ടും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അത്രയും നേരത്തെ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ വീടെത്തുന്ന വരെയുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എനർജീനെ ഈ ഒരു റുട്ടീനിലൂടെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ രാവിലെ മുതൽ നിങ്ങൾ ആ അത്രയും ഇട്ട എഫേർട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാതെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സിന് വളരെ കുറച്ച് സമയം മാത്രമേ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓട്ടോമാറ്റിക്കലി കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും. നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മണിക്കൂർ ഒറ്റയടിക്കിരുന്ന് പഠിക്കരുത്. പകരം ഞാനൊരു 25 മിനിറ്റാണ് പഠിക്കുന്നത്, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ 25 മണിക്കൂർ കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, നല്ല എനർജിയോട് കൂടിയിട്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് മിസ് ഓൾറെഡി കഴിഞ്ഞ കുറേ വീഡിയോസിൽ കുറേ ടിപ്സൊക്കെ തന്നിട്ടുണ്ടല്ലോ, എങ്ങനെ നിങ്ങൾക്ക് തിയറി പേപ്പർ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പ്രോബ്ലം പേപ്പർ എങ്ങനെ പഠിക്കണം, അങ്ങനത്തെ കുറേ ടിപ്സ് ഉണ്ടല്ലോ. അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ഉണ്ട്. അങ്ങനെയുള്ള ആ ടിപ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു സ്കൂൾ കഴിഞ്ഞുള്ള പഠനം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നല്ല കലക്കനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് മിസ് ഇനി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.